അമാനുഷിക പ്രവൃത്തി താനാണ് നടത്തിയതെന്ന ഭാവമൊന്നും സുനിൽ ബസ്സിലെ കണ്ടക്ടർ ബിലുവിനില്ല. പതിവ് പോലെ ജോലി തിരക്കിലാണ് ബിലു. ആ യുവാവ് ആരാണെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ അറിയില്ല. കൈവെള്ളയ്ക്കുള്ളിൽ ചില്ലറ പൈസയുണ്ടായിരുന്നു. 3 വിരൽ കൊണ്ടാണ് യുവാവിന്റെ കയ്യിൽ പിടിച്ചത്. CCTV ദൃശ്യം പിന്നീട് കണ്ടപ്പോഴാണ് സംഭവത്തിന്റെ തീവ്രത മനസ്സിലായത്. ചവറ അടൂർ പന്തളം റൂട്ടിലോടുന്ന സുനിൽ ബസ്സിലെ കണ്ടക്ടർ ബിലു മനസ്സ് തുറന്നു. അത് യാത്രക്കാരൻ കാരാളിമുക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത്. കയറിയിട്ട് ടിക്കറ്റ് എടുത്തു. ഞാൻ എൻ്റെ ബാലൻസ് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു 5 രൂപ എന്നാണ് ഞാൻ തറയിൽ പോയായിരുന്നു. അതെടുത്ത് കക്ഷിയുടെ പിടിക്കുകയും ചെയ്തു. പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഇന്ന് യാത്രക്കാർക്കെല്ലാം ടിക്കറ്റ് കൊടുത്ത് ബാലൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു വളവ് വന്നു. ഞാൻ 13 രൂപ 32 രൂപ ബാക്കി കൊടുക്കാനുണ്ട്. അന്നേരം ഈ വളവ് വന്ന സമയത്ത് കക്ഷി പെട്ടെന്ന് പുറത്തോട്ട് തെറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലും തട്ടുകയും ചെയ്തു. പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല. ആ റിയാക്ഷൻ എനിക്ക് പെട്ടെന്ന് അത് എങ്ങനെ പറ്റിയെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കൈ പിടിച്ചപ്പോൾ കക്ഷിയുടെ റൈറ്റ് ഹാൻഡാണ് കിട്ടിയത്. കക്ഷിയെ പിടിച്ച് കയറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ അറിയുന്നത് തന്നെ. ഈ കക്ഷിയുടെ പുറത്തോട്ട് പോയ സമയത്ത് ബാക്ക് വശം തട്ടി ലോർ ഓപ്പൺ ആയി പോയായിരുന്നു. അതിലൂടെ ഞാൻ പിടിച്ച് കയറ്റി എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലാണ് കക്ഷിയുടെ വെയിറ്റ് മൊത്തം കടന്നത് തന്നെ. അങ്ങനെ കക്ഷി ഞാൻ സേവ് ചെയ്ത മുകളിൽ കൊണ്ടുവന്നത്. തന്റെ കണ്ടക്ടർ ജീവിതത്തിൽ ആദ്യ അനുഭവമാണിത്. ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞ് കുറെ ദൂരം കഴിഞ്ഞാണ് യുവാവ് ഇറങ്ങിയത്. പാവം പേടിച്ചു പോയിട്ടുണ്ടാകും, ബിലു പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അടുത്ത സ്റ്റോപ്പ് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടോടത്തല്ല ഇറങ്ങിയത്. പുള്ളി തന്നെ പറഞ്ഞു, വെല്ലടിച്ച് നിർത്തി. കക്ഷി ഇറങ്ങിപ്പോയി. എന്തോ പേടിച്ചിട്ടോ അല്ലായിരിക്കാം. ഒന്നും മിണ്ടിയില്ല. കക്ഷി ഇറങ്ങി അതേ പോയായിരുന്നു. ആരെയും വിളിച്ചൊന്നുമില്ല. കക്ഷി അയാളെ ഇല്ല അല്ലല്ല സ്ഥിരം കയറുന്ന ആളുകളല്ല. അന്ന് യാദൃശ്യമായിട്ടാണ് കക്ഷി അതിനകത്ത് കയറുന്നത്. ഞാൻ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, വണ്ടിയിലെ യാത്രക്കാരനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളല്ല. CCTV ദൃശ്യം കണ്ടപ്പോൾ താനും പേടിച്ചു പോയെന്ന് ഡ്രൈവർ പറഞ്ഞു. പെട്ടെന്ന് ബെല്ലടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തി വണ്ടി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലൊരു സംഭവമുണ്ട്. എനിക്ക് പേടിയായി പോയി. അവനിങ്ങനെ പറഞ്ഞില്ലായിരുന്നു പുള്ളി. എൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ക്യാമറക്കാരനെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ മൊയ്ക്കായെ വിളിക്കും, ആരെങ്കിലും വിളിച്ചിട്ട് ക്യാമറ എടുക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ശ്രീമാരെ പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് പുള്ളി കയ്യിലിഞ്ഞ് പിടിച്ചായിരുന്നു. എനിക്കും എൻ്റെ ദേഹമെല്ലാം വരയ്ക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനാണ്, ക്യാമറക്കാരനാണ്, പുള്ളിയുടെ തന്നെ മൊബൈലിൽ തന്നെ അന്നേരം തന്നെ ഇട്ട് വന്നു. അപ്പോഴത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി പോയി. എന്തെങ്കിലും പറ്റിപ്പോയാലുള്ള പേടിയും, റോഡ് തുറന്നു പോയാൽ എന്തോ ഒരു ഇതല്ലേ, പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതുകൊണ്ട് അവന് നമ്മൾ നല്ല ഹാപ്പിയാണ്. ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ ശ്രീകുമാർ. മൺട്രോത്തുരുത്ത് സ്വദേശിയാണ് ബിലു. ഇപ്പോൾ താമസിക്കുന്നത് ശാസ്താംകോട്ട തോപ്പിൽമുക്കിൽ. 12 വർഷമായി കണ്ടക്ടറായി ജോലി ചെയ്യുന്നു. മോട്ടോർ വാഹന വകുപ്പും കണ്ടക്ടർ ബിലുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പറയാൻ വാക്കുകളില്ല എന്നായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രജുവിന്റെ പ്രതികരണം. കാര്യം ഒരു മനുഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിയാക്ഷൻ ടൈം അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. വിശേഷിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ റിയാക്ഷൻ ടൈം. ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രവൃത്തി പോലെയല്ല, മനുഷ്യൻ്റെ എല്ലാ ഘടകം, കണ്ണ്, ചെവി, അവൻ്റെ കൈകൾ, കാല് എല്ലാം ഫുൾ വർക്ക് ചെയ്യേണ്ട ഒരു വളരെ ഡെഡിക്കേറ്റഡ്, വളരെ മനോഹരമായ ഒരു ജോബാണ്. വളരെ ആദരിക്കപ്പെടേണ്ട ഒരു ജോബാണ് ഡ്രൈവർമാരുടെ ജോബ്. അതുപോലെ ആ വാഹനത്തിൽ ചെയ്യുന്ന കണ്ടക്ടറും അത്രത്തോളം ഉത്തരവാദിത്തോടെ പെരുമാറേണ്ട ആളാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, 1 സെക്കൻഡാണ് ഒരു ആവറേജ് മനുഷ്യൻ്റെ റിയാക്ഷൻ ടൈം. ആ റിയാക്ഷൻ ടൈമിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ യാത്രക്കാരനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ബിലു അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹത്തിനെ നമ്മൾ ഈ ഒരു പ്രവൃത്തിക്ക് അനുമോദിക്കുകയും ചെയ്യുന്നു. ബസിന്റെ ഉള്ളിൽ പുറകുവശത്ത് സ്ഥാപിച്ചിരുന്ന ഈ CCTV ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. ബിജിത് ലാൽ, ബിലു എന്നാണ് സ്നേഹത്തോടെ യാത്രക്കാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ആ യുവാവിൻ്റെ ജീവൻ രക്ഷിച്ച ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഇപ്പോഴും കണ്ടക്ടർ ബിലുവിൻ്റെ മുഖത്തുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.